രഘുനാഥ്, താങ്കൾ ഈ വിലയിരുത്തൽ നടത്തുന്നയാളാണോ? പക്ഷെ അവിടെ ഒരു ഭരണകൂടം മാറുക എന്നുള്ള താല്പര്യം അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ള ഈ ഒരു പുതിയ പ്രസ്താവനയുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പക്ഷേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ വ്യക്തമായിരുന്നു. അവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു, അതുകൊണ്ടാണ്. പക്ഷേ ഇവരുടെ അജണ്ട അവിടുത്തെ റെജീം ചേഞ്ച് തന്നെയായിരുന്നു. ഇപ്പൊ പ്രശ്നം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ ശ്രീ സജിമൻ പറഞ്ഞതുപോലെ തന്നെ US കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് ട്രംപ് ഈ ഒരു സാഹസത്തിന് ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത്. അത് അമേരിക്കയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, കോൺഗ്രസിന്റെ അപ്രൂവലോട് കൂടിയായിരുന്നു താരിഫൊക്കെ ഏർപ്പെടുത്തേണ്ടിയിരുന്നത്. അതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു, സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇപ്പൊ ട്രംപ് പറയുന്നത് 1979 മുതൽ 1000 പേരെ ഇറാൻ കൊന്നിട്ടുണ്ട്, 1000 അമേരിക്കൻസിനെ ഇറാൻ കൊന്നിട്ടുണ്ടെന്നുള്ളത്. ഈ പറയുന്നത് സത്യമാണ്, 1000 അമേരിക്കൻസിനെ കൊന്നിട്ടുണ്ട്. അപ്പൊ 1979 മുതലുള്ളതിന് ഇപ്പോൾ പകരം വീട്ടുകയാണെന്നുള്ള, അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ എമർജൻസി പവർ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ചെയ്യുന്നു എന്നുള്ളൊരു ന്യായീകരണമാണ് പറയുന്നത്. ഇതിന് സ്റ്റാൻഡ് ചെയ്യുമില്ലെന്ന് അറിയത്തില്ല. പക്ഷേ ഇതിന്റെ പുറകിൽ ഉദ്ദേശങ്ങൾ ഒരുപാടുണ്ട്. റെജീം ചേഞ്ച് തീർച്ചയായിട്ടും വേണം, കാരണം അവരുടെ അജണ്ടയിലുണ്ട്. ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇവരുടെ ഖമേനിയുടെ ഒരു റെജീം വന്നതിന് ശേഷമാണ് ഇവർ റഷ്യയുടെയും ചൈനയുടെയും ചേരിയിലേക്ക് പോയതും. എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ താല്പര്യം ഇവിടെയുണ്ട്. അമേരിക്കയുടെ താല്പര്യമാണ് മെയിനായിട്ടുള്ളത്. ഇസ്രായേലിന്റെ കൂടെ കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ്, ഹൂത്തി, ഹിദ്ദുള്ള, പിന്നെ അതുപോലെ തന്നെ ഈ ഇറാഖിലുള്ള ആംഡ് ഫോഴ്സസ്, ഇവരെല്ലാം കൂടെ തീവ്രവാദം അഴിച്ചു വിടുന്നതിൽ നിന്നും ഇസ്രായേലിന് പെർമനന്റ് ആയിട്ടൊരു മോചനം വേണം. ദാറ്റ് ഇസ് വൺ. രണ്ടാമത്, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ആണവ ആയുധമാണ്. അതിപ്പോ പാകിസ്ഥാന്റെ കയ്യിലുണ്ട്, അത് ഇസ്രായേലിന് വലിയൊരു കൊണ്ടിയാണ്. ഇനി ഇറാനും കൂടി ആയിക്കഴിഞ്ഞാൽ, ഈ പ്രോക്സികൾക്ക് ഇറാൻ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇസ്രായേലിന്റെ കാര്യം കട്ടപ്പോകും. ഒരൊറ്റ ബോംബ് വീണാൽ തീരാനുള്ളത് സൈസിലേ ഉള്ളൂ ഇസ്രായേൽ. അപ്പൊ ഇത് ഒരു കാരണമാണ്. അപ്പൊ അവരുടെ ആണവ ആയുധങ്ങൾ നശീകരിക്കുക എന്നുള്ളത് ഒരു കാരണം തന്നെയാണ്. പിന്നെ നമ്മൾ വേറെ കാര്യം നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ജൂണിൽ അവിടെ ആക്രമണം നടത്തി എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മുടെ ഒരു കോ പാനലിസ്റ്റ് പറഞ്ഞിരുന്നു, ഇറാന്റെ എല്ലാവിധ ആണവ ഫെസിലിറ്റീസും നശിപ്പിച്ചു എന്ന് ട്രംപ് ക്ലെയിം ചെയ്തു. ശരിയാണ്, ട്രംപ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അത് നശിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അന്നത്തെ ആ ഒരു ആക്ഷനെ ഫോളോ ചെയ്തിട്ടുള്ള ആർക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലൊന്നും കാര്യമായിട്ടൊന്നും അമേരിക്ക ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കൈ കഴുകി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തേടിയത് മാത്രമാണ് അമേരിക്ക. അവിടെ ആ ഒരു വാറൊന്നും നിർത്താൻ വേണ്ടിയിട്ട് ആ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്തു, ഇനി പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവിടെ നിന്ന് തല ഊരാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു മാർഗം മാത്രമായിരുന്നു അത്. കഴിഞ്ഞിട്ട് പിന്നീട് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്,